ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ EduScore. സോ ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. 8th സ്റ്റാൻഡേർഡ് NCERT സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 3rd ചാപ്റ്റർ സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്. സോ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ കുറച്ച് വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ചാനലിൽ പുതിയതാണ്, നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ താഴെ ഈ വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആ ചാപ്റ്റേഴ്സും കൂടെ പോയി പഠിക്കാം. ആൻഡ് ഇപ്പോൾ നിങ്ങൾ പുതിയതാണ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇന്ന് നമുക്ക് നമ്മുടെ പുതിയ ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്. The clothes which we wear are made of fabrics. Fabrics are made from fibers obtained from natural or artificial sources. Can you name some natural fibers? So, നമ്മൾ ഡെയിലി ധരിക്കുന്ന എല്ലാ ക്ലോത്ത്സും എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അല്ലേ? ആക്ച്വലി ഈ ഫാബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ മെയ്ഡ് ഫ്രം some kind of fibers which are obtained from either nature or made artificially. കുറച്ച് നാച്ചുറൽ ഫൈബേഴ്സിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് നോക്കിയേ. യെസ്, നമ്മുടെ കോട്ടൺ, വൂൾ, സിൽക്ക് ഇതൊക്കെ നാച്ചുറൽ ഫൈബേഴ്സാണ് അല്ലേ? ഫൈബേഴ്സ് ആർ ഓൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് എ ലാർജ് വെറൈറ്റി ഓഫ് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ്. Make a list of some common articles made from fibers. Try to separate them into those made from natural fibers and those made from artificial fibers. Make entries in table 3.1. So here table 3.1 is given. നമ്മൾ ക്ലോത്ത്സ് മാത്രമല്ല, അതല്ലാണ്ട് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും നമ്മൾ ഫൈബേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആൻഡ് ഈ ഫൈബേഴ്സ് ക്യാൻ എയ്തർ ബി നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ. അപ്പം നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഐറ്റംസും അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫൈബർ നാച്ചുറലി ഒബ്റ്റെയിൻഡ് ആണോ അല്ല ആർട്ടിഫിഷ്യൽ ആണോ എന്ന് ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് ഇവിടെ എഴുതുക. വൈ ഡിഡ് യു ലേബിൾ സം ഫൈബേഴ്സ് ആസ് ആർട്ടിഫിഷ്യൽ? സോ ഡെഫിനറ്റ്ലി നമ്മൾ എഴുതുമ്പം ചിലതിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് എഴുതുക. സം ഫൈബേഴ്സ് ആർ ആർട്ടിഫിഷ്യൽ. സോ എങ്ങനെയാണ് നിങ്ങളത് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയുന്നത്? You have read in your previous classes that natural fibers like cotton, wool, silk, etc. are obtained from plants or animals. The synthetic fibers, on the other hand, are made by human beings. That is why these are called synthetic or man-made fibers. സോ നമ്മൾ പറയുമ്പോൾ തന്നെ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അത് നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്. ദേ ആർ ഒബ്റ്റെയിൻഡ് എയ്തർ ഫ്രം പ്ലാന്റ്സ് ഓർ ആനിമൽസ്. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ കോട്ടൺ, വൂൾ, സിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ. കോട്ടൺ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം എ പ്ലാന്റ്, വൂൾ ആൻഡ് സിൽക്ക് ആർ ഫ്രം ആനിമൽസ്. സോ ദേ ആർ ഓൾ നാച്ചുറൽ ഇൻ ഒറിജിൻ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ സിന്തറ്റിക് ഫൈബേഴ്സ് എന്ന് പറയുന്നതൊക്കെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ മാൻമെയ്ഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ സിന്തറ്റിക് ഓർ മാൻമെയ്ഡ് ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ഓർത്ത് നോക്കി. ക്യാൻ യു റിക്കലക്ട്? യെസ്, നമ്മുടെ നൈലോൺ, പോളിസ്റ്റർ, റയോൺ ഇതൊക്കെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ്. സോ അപ്പോൾ അതിനെയൊക്കെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. What are synthetic fibers? Try to recall the uniform pattern found in a necklace of beads joined with the help of a thread, or try to join a number of paper clips together to make a long chain, as in figure 3.1b. Is there any similarity between the two? So ഇവിടെ ഫിഗറിൽ തന്നിട്ടുണ്ട്, ഒരു മാലയാണ് ആദ്യം കാണിച്ചിട്ടുള്ളത്. ഒരു ത്രെഡിൽ സെയിം ടൈപ്പ് ഓഫ് ബീഡ്സ് ജോയിൻ ചെയ്തുണ്ടാക്കിയ ഒരു നെക്ലേസ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് കുറേ സെയിം പേപ്പർ ക്ലിപ്സ് ഇങ്ങനെ ജോയിൻ ചെയ്തുണ്ടാക്കിയ ഒരു വലിയ ചെയിൻ. രണ്ടിലും എന്താണ് സിമിലാരിറ്റി? ഒരേപോലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ചേർത്തിട്ടുണ്ടാക്കിയ ഒരു വലിയ ചെയിനാണ്, ഒരു വലിയ സാധനമാണ്. അതാണ് രണ്ടിലും സിമിലാരിറ്റി അല്ലേ? ഈ സിന്തറ്റിക് ഫൈബർ ഈസ് ഓൾസോ എ ചെയിൻ ഓഫ് സ്മോൾ യൂണിറ്റ്സ് ജോയിൻ ടുഗെദർ. Each small unit is actually a chemical substance. Many such small units combine to form a large single unit called a polymer. So, synthetic fiber ഇതുപോലെ തന്നെയാണ്. It's a chain of small units which are joined together. സോ ഇതിൽ ഓരോ സ്മോൾ യൂണിറ്റും ആക്ച്വലി ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. സോ ഇങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു സ്മോൾ യൂണിറ്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ലാർജ് സിംഗിൾ യൂണിറ്റ് ആവും. അതിനെയാണ് പോളിമർ എന്ന് വിളിക്കുന്നത്. സോ കുറേ കുഞ്ഞു കുഞ്ഞു സ്മോൾ യൂണിറ്റ്സ് ഉണ്ട്. ദേ ആർ ഓൾ കെമിക്കൽ സബ്സ്റ്റൻസസ്. അപ്പോൾ ഇതിങ്ങനെ കമ്പൈൻ ചെയ്ത് ഒരു വലിയ ലാർജ് സിംഗിൾ യൂണിറ്റ് ആവും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് പോളിമർ. The word polymer comes from two Greek words, poly meaning many and mer meaning part or unit. So a polymer is made of many repeating units.
സോ പോളിമർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഗ്രീക്ക് വേർഡാണ് ഇൻ വിച്ച് പോളി മീൻസ് മെനി ആൻഡ് മെർ മീൻസ് യൂണിറ്റ്സ് ഓർ പാർട്സ്. സോ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് മെനി റിപ്പീറ്റിംഗ് യൂണിറ്റ്സ്. Polymers occur in nature also. Cotton, for example, is a polymer called cellulose. Cellulose is made up of a large number of glucose units. So, polymers എന്ന് പറഞ്ഞാൽ നാച്ചുറലിയും പോളിമേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു നാച്ചുറൽ പോളിമർ ആണ് കോട്ടൺ. കോട്ടൺ ഈസ് ആക്ച്വലി എ പോളിമർ കോൾഡ് സെല്ലുലോസ്. സോ എന്താണ് ഇതിലെ സബ് യൂണിറ്റ്സ്? ഇതിൽ സ്മോളർ യൂണിറ്റ്സ് ആണ് ഗ്ലൂക്കോസ്. സോ അങ്ങനെ ഒരുപാട് സ്മോൾ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ചേർന്നിട്ടാണ് സെല്ലുലോസ് ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ കോട്ടൺ എന്ന് വിളിക്കുന്നത്. സോ ഒരു നാച്ചുറൽ പോളിമർ ആണ് കോട്ടൺ. Now we will study the types of synthetic fibers. First one is rayon. You have read in class 7 that silk fiber obtained from silkworm was discovered in China and was kept as a closely guarded secret for a long time. സോ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് സിൽക്ക് ഡിസ്കവറി ഉണ്ടായത് ചൈനയിലാണ്. ആൻഡ് ഫോർ ലോങ് ടൈം ഇറ്റ് വാസ് എ സീക്രറ്റ് വിച്ച് വാസ് ദെയർ ഓൺലി ഇൻ ചൈന. എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നൊക്കെ അവർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. Fabric obtained from silk fiber was very costly, but its beautiful texture fascinated everybody. Actually, silk was very costly, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ എന്നാൽ കൂടെ അതിൻ്റെ ആ ഒരു നൈസ് ടെക്സ്ചർ കാരണം എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. Attempts were made to make silk artificially. Towards the end of 19th century, scientists were successful in obtaining a fiber having properties similar to that of silk. Such a fiber was obtained by chemical treatment of wood pulp. This fiber was called rayon or artificial silk. So, silk was very much likened by everyone, but it was very costly. അപ്പോൾ അതുകൊണ്ട് എന്താ സിൽക്കിൻ്റെ അതേ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ആൾട്ടർനേറ്റീവിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ട്രൈ ചെയ്തത്. അങ്ങനെ ബൈ ദ എൻഡ് ഓഫ് 19th century സയൻറ്റിസ്റ്റ് വർ സക്സസ്ഫുൾ. അങ്ങനെ വുഡ് പൾപ്പിൻ്റെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴി അവരൊരു ആർട്ടിഫിഷ്യൽ സിൽക്ക് ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ റയോൺ എന്ന് വിളിക്കുന്നത്. സോ റയോൺ ഈസ് ഓൾസോ നോൺ ആസ് ആർട്ടിഫിഷ്യൽ സിൽക്ക്. സിൽക്കിൻ്റെ സെയിം പ്രോപ്പർട്ടീസ് ഉണ്ട്, ബട്ട് ദേ ആർ ആർട്ടിഫിഷ്യൽ. ഓക്കെ. Although rayon is obtained from a natural source, wood pulp, yet it is a man-made fiber. So നമ്മൾ പറഞ്ഞു വുഡ് പൾപ്പിൻ്റെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴിയാണ് നമുക്ക് റയോൺ ഉണ്ടാകുന്നത്. വുഡ് പൾപ്പ് ഈസ് ആക്ച്വലി നാച്ചുറൽ, ബട്ട് സ്റ്റിൽ നമ്മളതിൽ ആർട്ടിഫിഷ്യൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് റയോൺ കിട്ടുന്നത്. Therefore, it is considered artificial fiber. It is cheaper than silk and can be woven like silk fibers. It can also be dyed in a wide variety of colors. Rayon is mixed with cotton to make bed sheets or mixed with wool to make carpets. So, സിൽക്കിനെക്കാളും ചീപ്പറാണ്. അതെ, സിൽക്ക് എക്സ്പെൻസീവ് ആയതുകൊണ്ടായിരുന്നു നമ്മളങ്ങനെ ഒരു ആൾട്ടർനേറ്റീവിനെ കുറിച്ച് ചിന്തിച്ചത്. സോ ദിസ് ഈസ് ചീപ്പർ ദാൻ സിൽക്ക്. പക്ഷേ സിൽക്കിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ കളേഴ്സിലും ഡൈ ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് കമ്പൈൻഡ് വിത്ത് കോട്ടൺ ടു മേക്ക് ബെഡ് ഷീറ്റ്സ്, അതുപോലെ വൂളിൻ്റെ കൂടെ ചേർത്തിട്ട് കാർപ്പറ്റ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഇങ്ങനെയൊക്കെ റയോൺ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. യെസ്, ഇവിടെ ഒരു കാർപ്പറ്റ്, ബെഡ്ഷീറ്റ്, കളർ ക്ലോത്ത്സ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഇസ് നൈലോൺ. Nylon is another man-made fiber. In 1931, it was made without using any natural raw material from plant or animal. It was prepared from coal, water and air. It was the first fully synthetic fiber. So, nylon ആണ് first fully synthetic ആയിട്ടുള്ള ഫൈബർ. 1931 ഇത് ഡിസ്കവർ ചെയ്തത്. സോ ഇതിൽ യാതൊരു നാച്ചുറൽ റോ മെറ്റീരിയലും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ റയോണിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ റോ മെറ്റീരിയലായിട്ട് വുഡ് പൾപ്പ് യൂസ് ചെയ്തിരുന്നു. പക്ഷേ ഇവിടെ നാച്ചുറലി ഉള്ള യാതൊരു റോ മെറ്റീരിയലും യൂസ് ചെയ്തിട്ടില്ല. ദിസ് ഈസ് മെയ്ഡ് ഫ്രം കോൾ, വാട്ടർ ആൻഡ് എയർ. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ദ ഫസ്റ്റ് എവർ ഡിസ്കവേർഡ് ഫുള്ളി സിന്തറ്റിക് ഫൈബർ. Nylon fiber was strong, elastic and light. It was lustrous and easy to wash. So it became very popular for making clothes. So എന്തൊക്കെയാണ് നൈലോൺ ഫൈബറിൻ്റെ പ്രോപ്പർട്ടീസ്? ഇറ്റ് ഈസ് വെരി സ്ട്രോങ്, ഇലാസ്റ്റിക്, ലൈറ്റ്, ഇറ്റ് വാസ് ലെസ്ട്രസ് ആൻഡ് ഈസി ടു വാഷ്. സോ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ കാരണം ഇത് ക്ലോത്ത്സ് ഉണ്ടാക്കാൻ കൂടുതലും പ്രിഫറബിൾ ആയിരുന്നു. We use many articles made from nylon, such as socks, ropes, tents, toothbrushes, car seat belts, sleeping bags, curtains, etc. സോ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ നൈലോൺ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതൊക്കെയാണ് ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത്.
So Bhujo is asking, is nylon fiber really so strong that we can make nylon parachutes and ropes for climbing? So നമ്മൾ പറഞ്ഞു നൈലോൺ ഈസ് വെരി സ്ട്രോങ്, ഇറ്റ്സ് ഇലാസ്റ്റിക് നോക്കാം. അപ്പോൾ ഇത്ര സ്ട്രോങ് ആണെങ്കിൽ ഇതിനെ നമുക്ക് പാരച്യൂട്ട്സ് ഉണ്ടാക്കാനും അതുപോലെ റോക്ക് ക്ലൈമ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന റോപ്സ് ഉണ്ടാക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? Yes, nylon is also used for making parachutes and rocks for rock climbing. A nylon thread is actually stronger than a steel wire. So yes, പാരച്യൂട്ട്സും അതുപോലെ എന്താ ട്രക്കിംഗ് ചെയ്യുന്നവർ അല്ലെങ്കിൽ റോക്ക് ക്ലൈമ്പിംഗ് ചെയ്യുന്നവരൊക്കെ യൂസ് ചെയ്യുന്ന റോപ്പായിട്ടുമൊക്കെ നൈലോണിനെ യൂസ് ചെയ്യുന്നുണ്ട്. നൈലോൺ ഈസ് ആക്ച്വലി വെരി സ്ട്രോങ്, ഇറ്റ് ഈസ് ഈവൻ സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ വയർ. സോ ഹിയർ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ടേക്ക് an iron stand with a clamp. Take a cotton thread of about 60 cm length. Tie it to the clamp so that it hangs freely from it as shown in figure 3.5. At the free end, suspend a pan so that weight can be placed in it. Add weight one by one till the thread breaks. Note down the total weight required to break the thread. This weight indicates the strength of the fiber. Repeat the same activity with threads of wool, polyester, silk and nylon. Tabulate the data as shown in table 3.2. Arrange the threads in order of their increasing strength. So ഈ ത്രെഡിൻ്റെ ഒക്കെ ഈ ഓരോ ഫൈബറിൻ്റെയും സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണിത്. എന്താണ് ഇതിൽ ചെയ്യേണ്ടത്? ഇങ്ങനെ ഈ ഫിഗർ 3.5 തന്നിട്ടുള്ള പോലെ ഒരു അയൺ സ്റ്റാൻഡ് എടുക്കുക, അതിൽ ഇങ്ങനെ ഒരു ത്രെഡ് ഹാങ് ചെയ്യുക, അതിൻ്റെ അടിയിലൊരു പാൻ കൂടെ ടൈ ചെയ്ത് വെക്കുക. ആൻഡ് ഫസ്റ്റ് നമുക്കൊരു കോട്ടൺ ത്രെഡ്, ഏതൊക്കെ ത്രെഡാണ് ട്രൈ ചെയ്യേണ്ടതെന്ന് ഇവിടെ ഈ ടേബിൾ 3.2 പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് ടു ടേക്ക് എ കോട്ടൺ ത്രെഡ്, എ വൂളൻ ത്രെഡ്, എ സിൽക്ക് ത്രെഡ് ആൻഡ് എ നൈലോൺ ത്രെഡ്. സോ ഈ ഫസ്റ്റ് ഒരു കോട്ടൺ ത്രെഡ് ടൈ ചെയ്യുക, അതിൻ്റെ അറ്റത്ത് പാൻ ടൈ ചെയ്യുക, എന്നിട്ട് അതിൽ വെയിറ്റ് വെച്ച് കൊടുക്കുക. സോ വെയിറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേ ഇരിക്കുക. എത്ര വെയിറ്റ് ആണ് ഇതിന് മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. എത്ര വെയിറ്റ് കഴിയുമ്പോഴാണ് ഈ ത്രെഡ് പൊട്ടിപ്പോകുന്നത്. സോ ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ത്രെഡ്. സോ അപ്പോൾ അങ്ങനെ കോട്ടൺ പൊട്ടിക്കഴിയുമ്പം അടുത്തത് ഇനി ഒരു സിൽക്ക് ത്രെഡ് ട്രൈ ചെയ്യുക. അങ്ങനെ നിങ്ങൾ നോക്കുക എത്രയാണ് മാക്സിമം വെയിറ്റ് ഓരോ ഫൈബറിനും എന്താ ബെയർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുക. ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ഒബ്സർവേഷൻ ടേബിൾ 3.2. You may use a hook or a nail on the wall for hanging the fibers and a polythene bag at the other end. In place of weights, you may use marbles or pebbles of similar size. So ഇപ്പോൾ നിങ്ങൾക്ക് ഈ അയൺ സ്റ്റാൻഡ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വാളിലൊരു നെയിൽ ആണി അടിച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ത്രെഡ് കട്ട് ചെയ്യുക, താഴെ ഒരു ത്രെഡ് കെട്ടുക, അതിന് താഴെ ഒരു പോളിത്തീൻ ബാഗിൽ വെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കല്ലുകൾ വെക്കാം. സോ അങ്ങനെയും ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ. Precaution: note that all threads should be of same length and almost of same thickness. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ കോട്ടൺ ത്രെഡ്, വൂളൻ ത്രെഡ്, സിൽക്ക് ത്രെഡ്, നൈലോൺ ത്രെഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ത്രെഡും സെയിം ലെങ്ത്തും സെയിം തിക്നെസ്സും ഉള്ളതായിരിക്കണം, എന്നാലേ നമ്മൾ റിസൾട്ട് യൂണിഫോം ആണ്, കറക്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഏതായിരിക്കും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ്? ഇറ്റ് വിൽ ബി നൈലോൺ, റൈറ്റ്? നമ്മൾ പറഞ്ഞു സ്റ്റീൽ വയറിനേക്കാളും സ്ട്രോങ് ആണ് നൈലോൺ. സോ നൈലോൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ വെയിറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. നെക്സ്റ്റ് ഇസ് പോളിസ്റ്റർ ആൻഡ് അക്രിലിക്. Polyester is another synthetic fiber. Fabric made from this fiber does not get wrinkled easily. It remains crisp and is easy to wash. So it is quite suitable for making dress material. You must have seen people wearing polyester shirts and other dresses. സോ നമ്മുടെ ഇടുന്ന പല ഡ്രസ്സിൻ്റെയും ഒരു കോമൺ മെറ്റീരിയൽ ആണ് പോളിസ്റ്റർ. നമ്മൾ കേട്ടിട്ടുള്ളതാണ് പോളിസ്റ്റർ ക്ലോത്ത്സ്. എന്തൊക്കെയാണ് പോളിസ്റ്ററിൻ്റെ ബെനിഫിറ്റ്സ്? പെട്ടെന്നൊന്നും ചുളുങ്ങില്ല, ഇറ്റ് വോണ്ട് ഗെറ്റ് റിങ്കിൾഡ് ഈസിലി. സോ പിന്നെന്താണ്, അത് എപ്പോഴും ക്രിസ്പായി നിൽക്കും, അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യാനും ഈസിയാണ്. ഈ പ്രോപ്പർട്ടീസൊക്കെയാണ് ഇതിനെ ക്ലോത്തിങ് മെറ്റീരിയൽ ആക്കാൻ, പോപ്പുലർ ക്ലോത്തിങ് മെറ്റീരിയൽ ആക്കാനുള്ള കാരണങ്ങൾ. പിന്നെ ടെറിലിൻ ഈസ് എ പോപ്പുലർ പോളിസ്റ്റർ. It can be drawn into very fine fibers that can be woven like any other yarn. So polysterന് ഒരു എക്സാമ്പിൾ ആണ് ടെറിലിൻ. You can underline that word, ടെറിലിൻ. ടെറിലിനും ബാക്കി ഏത് ഫൈബർ പോലെ തന്നെ ഏത് യാൺ പോലെയും ഫൈബർ ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. അതും വളരെ പോപ്പുലർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. My mother always buys pet bottles and pet jars for storing rice and sugar. I wonder what pet is.
സോ നമ്മളെ വീട്ടിലും പല കണ്ടെയ്നേഴ്സൊക്കെ അതിൻ്റെ താഴെ നോക്കിയിട്ടുണ്ടെങ്കിൽ PET പെറ്റ് എഴുതിയിട്ടുണ്ടാവും. എന്താണ് ഈ പെറ്റ്? PET stands for polyethylene terephthalate. PET is a very familiar form of polyester. It is used for making bottles, utensils, films, wires and many other useful products. സോ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന പല കണ്ടെയ്നേഴ്സ്, ബോട്ടിൽസ്, ഫിലിംസ്, വയേഴ്സ് ഇതൊക്കെ ഈ പെറ്റ് എന്നുള്ള ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പെറ്റ് സ്റ്റാൻഡ്സ് ഫോർ polyethylene terephthalate. You should remember that, the full form of PET, polyethylene terephthalate. You can underline that. Look around and make a list of things made of polyester. സോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ ചുറ്റും നോക്കുക എന്തൊക്കെ ഐറ്റംസ് പോളിസ്റ്റർ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടെന്ന്. ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ദോസ് തിങ്സ്. ഓക്കെ. Polyester, which is actually poly plus ester, is actually made up of the repeating units of a chemical called an ester. So നമ്മൾ പറഞ്ഞു പോളി എന്ന് വെച്ചാൽ മെനി എന്നാണ് അർത്ഥം. സോ ഇവിടെ എന്താണ് എസ്റ്ററിൻ്റെ മെനി യൂണിറ്റ്സ് ഓഫ് എസ്റ്റർ വിച്ച് ഇസ് എ കെമിക്കൽ ഇസ് joined together to form polyester. So esters are the chemicals which give fruits their smell. ഫ്രൂട്ട്സിന് ആ ഒരു ഫ്രൂട്ടി സ്മെല്ല് കൊടുക്കുന്ന കോമ്പൗണ്ടാണ് എസ്റ്റർ. Fabrics are sold by the names like polycot, polywool, terrycot, etc. As the name suggests, these are made by mixing two types of fibers. Polycot is a mixture of polyester and cotton. Polywool is a mixture of polyester and wool. So നമ്മൾ കേട്ടിട്ടുള്ള ടേംസ് ആണ് polywool അല്ലെങ്കിൽ polycot, terrycot. ഇതൊക്കെ എന്താണ്? ആക്ച്വലി മിക്സിംഗ് ഓഫ് പോളിസ്റ്റർ ആൻഡ് another fiber. ഇപ്പോൾ polycot is a mixture of polyester and cotton. Polywool is a mixture of polyester and wool. So it's a combination of two fabrics. One is polyester and the other can be either wool, cotton, etc. We wear sweaters and use shawls or blankets in the winter. Many of these are actually not made from natural wool, though they appear to resemble wool. These are prepared from another type of synthetic fiber called acrylic. So നമ്മൾ വിൻ്റർ ക്ലോത്ത്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന പലതും they are not natural wool. It's artificial. പക്ഷേങ്കിൽ നാച്ചുറൽ വൂളിൻ്റെ അതേ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിനോട് തന്നെ വളരെ റിസംബ്ലൻസ് ഉള്ള ഫാബ്രിക്കാണ്. സോ അത് തന്നെ ആ സിന്തറ്റിക് ഫൈബറാണ് അക്രിലിക്. അക്രിലിക് എന്ന് പറഞ്ഞ സിന്തറ്റിക് ഫൈബർ എന്നാണ് ഈ ക്ലോത്ത്സൊക്കെ അല്ലെങ്കിൽ ഈ സ്വെറ്റേഴ്സും ബ്ലാങ്കറ്റ്സും ഒക്കെ ഉണ്ടാക്കുന്നത്. The wool obtained from natural sources is quite expensive, whereas clothes made from acrylic are relatively cheap. They are available in a variety of colors. So നമ്മൾ പറഞ്ഞു നാച്ചുറൽ ഫൈബേഴ്സും നേച്ചറും നമ്മൾ പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ ഒപ്റ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ദേ ആർ വെരി എക്സ്പെൻസീവ്. സോ സിന്തറ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്യാനുള്ള ഒരു മേജർ കാരണം അതാണ്. ദേ ആർ ചീപ്പർ ദാൻ നാച്ചുറൽ ഫൈബേഴ്സ്. പക്ഷേങ്കിൽ നാച്ചുറൽ ഫൈബേഴ്സിൻ്റെ വെരി സിമിലർ പ്രോപ്പർട്ടീസ് ഈ സിന്തറ്റിക് ഫൈബേഴ്സിനും ഉണ്ടാവും. സോ ഇവിടെയും അക്രിലിക് വൂളിനെക്കാട്ടിലും ചീപ്പറാണ്. ദാറ്റ് ഈസ് വൈ ദേ ആർ യൂസ്ഡ് ടു മേക്ക് വിൻ്റർ ക്ലോത്ത്സ്. ആൻഡ് ഓൾസോ ഇതും ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ കിട്ടും. Synthetic fibers are more durable and affordable, which makes them more popular than natural fibers. പിന്നെ അതുപോലെ തന്നെ നാച്ചുറൽ ഫൈബേഴ്സിനെക്കാട്ടിലും എന്താണ് എക്സ്പെൻസ് കുറവാണ് എന്നുള്ളതും പറഞ്ഞു. അത് കൂടാണ്ട് തന്നെ കൂടുതൽ കാലം ഇതിൻ്റെ ഡ്യൂറബിലിറ്റി, ഇത് കൂടുതൽ കാലം കേട് വരാണ്ട് അല്ലെങ്കിൽ അതിന് ഡാമേജ് ഒന്നും വരാണ്ട് നിൽക്കും എന്നുള്ളതാണ് വേറൊരു പ്ലസ് പോയിന്റ്. സോ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ കൊണ്ടാണ് നമ്മൾ നാച്ചുറൽ ഫൈബേഴ്സിനെക്കാട്ടിലും സിന്തറ്റിക് ഫൈബേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റിയും ചിലപ്പോൾ സിന്തറ്റിക് ഫൈബേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. ഇറ്റ്സ് ബിക്കോസ് ദേ ആർ ചീപ്പർ ആൻഡ് ദേ ആർ മോർ ഡ്യൂറബിൾ. You have already performed an activity of burning natural and synthetic fibers. That was an experiment you had done in class 7. Do you remember that? You were told to burn some natural fiber and synthetic fiber and to observe the result. So what did you observe there? When you burn synthetic fibers, you find that their behavior is different from that of the natural fibers. You must have noticed that synthetic fibers melt on heating. This is actually a disadvantage of synthetic fibers. So നമ്മൾ ഈ സിന്തറ്റിക് ഫൈബറും നാച്ചുറൽ ഫൈബറും കത്തിച്ചിട്ടുള്ള ആ ആക്ടിവിറ്റി ചെയ്തപ്പോൾ വി നോട്ടീസ് ദാറ്റ് സിന്തറ്റിക് ഫൈബേഴ്സ് പെട്ടെന്ന് മെൽട്ടായി പോകുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇറ്റ് വിൽ ക്യാച്ച് ഫയർ ഈസിലി, അതുപോലെ തന്നെ അത് പെട്ടെന്ന് മെൽട്ടായി പോകുന്നുണ്ടായിരുന്നു. സോ ഇതാണ് സിന്തറ്റിക് ഫൈബറിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്. If the clothes catch fire, it can be disastrous. The fabric melts and sticks to the body of the person wearing it. We should therefore not wear synthetic clothes while working in the kitchen or in a laboratory. So
എന്താണ് നമ്മളിപ്പം സിന്തറ്റിക് ഫൈബേഴ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളതെങ്കിൽ ഇഫ് ഫയർ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് തീ പിടിക്കുകയാണെങ്കിൽ ഈ ക്ലോത്ത് ഈ ഫാബ്രിക് പെട്ടെന്ന് മെൽട്ടാവും, നമ്മുടെ ബോഡിനോട് പറ്റിച്ചേരും. അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ തീ പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലൊന്നും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ വർക്ക് ചെയ്യുകയാണ് ഓർ നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുകയാണ്, അപ്പം നമ്മൾ ഫയറുമായിട്ട് കോണ്ടാക്ട് വരാൻ ചാൻസ് ഉള്ള സിറ്റുവേഷൻസിലൊന്നും നമ്മൾ പോളിസ്റ്റർ ക്ലോത്ത്സ് അല്ലെങ്കിൽ എനി സിന്തറ്റിക് ഫൈബർ ഉണ്ടാക്കിയിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും ഇടരുത്. വി ഷുഡ് വെയർ കോട്ടൺ ക്ലോത്ത്സ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ. So Paheli is telling, now I understand why my mother never wears polyester clothes while working in the kitchen. സോ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുമ്പം അവർ മിക്കപ്പോഴും പോളിസ്റ്റർ ക്ലോത്ത്സ് ഒന്നും യൂസ് ചെയ്യില്ല, മോസ്റ്റ്ലി കോട്ടൺ ക്ലോത്ത്സ് ആയിരിക്കും ഇടുന്നുണ്ടാവുക അല്ലേ. All the synthetic fibers are prepared by a number of processes using raw materials of petroleum origin called petrochemicals. So almost എല്ലാ സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെയും പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു റോ മെറ്റീരിയലാണ് petrochemicals. These are of petroleum origin and these are called petrochemicals. So ഈ പെട്രോകെമിക്കൽസ് ഈ സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ ഒക്കെ പ്രോസസ്സിങ്ങിലെ ഒരു റോ മെറ്റീരിയൽ ആണ്. ഓക്കെ. സോ നൗ വി വിൽ സീ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. ഇമാജിൻ ദാറ്റ് ഇറ്റ് ഈസ് എ റെയിനി ഡേ. വാട്ട് കൈൻഡ് ഓഫ് അംബ്രല്ല വുഡ് യു യൂസ് ആൻഡ് വൈ? സോ മഴക്കാലത്ത് നമ്മൾ എങ്ങനെയുള്ള അംബ്രല്ലയാണ്, അംബ്രല്ലേൻ്റെ ക്ലോത്ത് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? Synthetic fibers possess unique characteristics which make them popular dress materials. They dry up quickly, are durable, less expensive, readily available and easy to maintain. So എന്തൊക്കെയാണ് നമ്മൾ നാച്ചുറൽ ഫൈബേഴ്സിനെക്കാട്ടിലും സിന്തറ്റിക് ഫൈബേഴ്സിനുള്ള ബെനിഫിറ്റ്സ് ആയിട്ട് നമ്മൾ കാണുന്നത്? ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് ദേ ക്യാൻ ഡ്രൈ അപ്പ് വെരി ക്വിക്ക്ലി, ദെൻ ദേ ആർ ഡ്യൂറബിൾ, ലെസ് എക്സ്പെൻസീവ്, റെഡിലി അവൈലബിൾ ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ. നമ്മൾ പറഞ്ഞു റിങ്കിൾസ് ഒക്കെ ഉണ്ടാകുന്നത് വളരെ കുറവാണ്. ദേ വിൽ റീറ്റെയിൻ ദാറ്റ് ക്രിസ്പി നേച്ചർ. പിന്നെ അധികമൊന്നും വെള്ളം അബ്സോർബ് ചെയ്യില്ല, പെട്ടെന്ന് ഡ്രൈ ആവും. സോ നമ്മുടെ അംബ്രല്ലേൻ്റെ ക്ലോത്തൊക്കെ ദേ ആർ സിന്തറ്റിക് ഫൈബർ. നമ്മൾ ഒരിക്കലും കോട്ടൺ ക്ലോത്തിൻ്റെ അംബ്രല്ല ഒന്നും യൂസ് ചെയ്യില്ല അല്ലേ. വി വോണ്ട് സംതിങ് വിച്ച് വിൽ ഡ്രെയിൻ ഓഫ് ദ വാട്ടർ വെരി ക്വിക്ക്ലി. സോ അതും സിന്തറ്റിക് ഫൈബറാണ് ആക്ച്വലി കൊടേൻ്റെ ക്ലോത്തൊക്കെ. സോ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം, എന്തൊക്കെയാണ് സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്നുള്ളത്. ദേ ക്യാൻ ഡ്രൈ അപ്പ് ക്വിക്ക്ലി, ദേ ആർ ഡ്യൂറബിൾ, ലെസ് എക്സ്പെൻസീവ്, റെഡിലി അവൈലബിൾ ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ. ഓക്കെ. പെർഫോം ദ ഫോളോയിങ് ആക്ടിവിറ്റി ആൻഡ് ലേൺ ഫോർ യുവർ സെൽഫ്. So here is an activity for you. Take 2 cloth pieces of same size, roughly half a meter square each. One of these should be from natural fiber, the other could be a synthetic fiber. You can take help of your parents in selecting these pieces. So എന്താണ് ചെയ്യേണ്ടത്? ഈക്വൽ സൈസിലുള്ള 2 ക്ലോത്ത് പീസസ് എടുക്കുക. One should be made of a natural fiber and the other one should be a synthetic fiber. സോ ഏത് നിങ്ങൾക്ക് ഒരു കോട്ടൺ ക്ലോത്തും ഒരു പോളിസ്റ്റർ ക്ലോത്തോ അല്ലെങ്കിൽ ഒരു നൈലോൺ ക്ലോത്തോ എടുക്കുക. രണ്ടും ഷുഡ് ബി ഓഫ് ദ സെയിം സൈസ്. Soak the pieces in different mugs, each containing the same amount of water. Take the pieces out of the container after 5 minutes and spread them in the sun for a few minutes. Compare the volume of water remaining in each container. So എന്താ ചെയ്യേണ്ടത്? 2 കണ്ടെയ്നറിൽ ഈക്വൽ വോളിയം ഓഫ് വാട്ടർ എടുക്കുക. ഈ 2 ക്ലോത്ത്സും ഓരോ കണ്ടെയ്നറിലും ഡിപ്പ് ചെയ്ത് വെക്കുക, ഈ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റ്സിന് ശേഷം ഇതെടുക്കുക ഡ്രൈ ചെയ്യാനിടുക. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ കണ്ടെയ്നറിൽ വെള്ളം 2 കണ്ടെയ്നറിലുള്ള വെള്ളത്തിൻ്റെ എമൗണ്ടിൽ വോളിയം വ്യത്യാസം വന്നിട്ടുണ്ടോ നോക്കുക. നമ്മൾ രണ്ടിലും ഈക്വൽ വോളിയം ഓഫ് വാട്ടർ ആയിരുന്നു എടുത്തത്. ഈ ക്ലോത്ത് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാട്ടർ കണ്ടന്റ് എത്രയാണ് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഒബ്സർവ് ചെയ്യാം. Do synthetic fabrics soak less or more water than the natural fabrics? Do they take less or more time to dry? So 2 കാര്യങ്ങളാണ് ഒബ്സർവ് ചെയ്യേണ്ടത്. ഒന്ന്, വാട്ടർ കണ്ടന്റിൽ എങ്ങനെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത്, ഏത് മഗ്ഗിലാണ് വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടാവുക, സിന്തറ്റിക് ഫൈബർ വെച്ചുള്ള ക്ലോത്ത് ഡിപ്പ് ചെയ്തതിലാണോ അല്ല നാച്ചുറൽ ഫൈബർ വെച്ച് ഡിപ്പ് ചെയ്തതിലാണോ. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു സീ വിച്ച് വൺ ഡ്രൈസ് അപ്പ് ഫാസ്റ്റർ. കോട്ടൺ ക്ലോത്ത് ആണോ അല്ല നൈലോൺ ക്ലോത്ത് ആണോ പെട്ടെന്ന് ഉണങ്ങുക? ഡെഫിനറ്റ്ലി കോട്ടൺ ക്ലോത്ത് ഡിപ്പ് ചെയ്തതിലായിരിക്കും വാട്ടർ കണ്ടന്റ് കുറഞ്ഞു പോയിട്ടുണ്ടാവുക. ബിക്കോസ് കോട്ടൺ ആയിക്കോട്ടെ വൂൾ ആയിക്കോട്ടെ ഏതായാലും നാച്ചുറൽ ഫൈബർ വിൽ ബി അബ്സോർബിങ് മോർ വാട്ടർ ആൻഡ് ഇറ്റ് വിൽ ബി ടേക്കിംഗ് മോർ ടൈം ടു ഡ്രൈ അപ്പ്. അതേസമയം ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സിന്തറ്റിക് ഫൈബർ ഡിപ്പ് ചെയ്ത മഗ്ഗിലെ വെള്ളത്തിൽ മറ്റേതിന് കമ്പയർ ചെയ്യുമ്പം അത്ര കുറവ് വന്നിട്ടുണ്ടാവില്ല. ആൻഡ് ആ ഫാബ്രിക് ആയിരിക്കും പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യുന്നത്.
അല്ലേ? ജസ്റ്റ് ഡൂ ദിസ് എക്സ്പെരിമെൻറ്റ് ആൻഡ് ട്രൈ ആൻഡ് സി വെദർ ഞാൻ പറഞ്ഞ റിസൾട്ട് തന്നെയാണോ നമുക്ക് കിട്ടുന്നത്. What does this activity tell you about the characteristics of these synthetic fabrics? Find out from your parents about the durability, cost and maintenance of these fabrics compared to the natural fabrics. സോ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പാരൻസിനോടൊക്കെ ചോദിച്ചു നോക്കുക, വെറുതെ ഒരു കോട്ടൺ ക്ലോത്തിനെയും നൈലോൺ ക്ലോത്തിനെയും ഒക്കെ കുറിച്ച് ചോദിച്ചു നോക്കുക. അതിൻ്റെ ഡ്യൂറബിലിറ്റിനെ പറ്റിയൊക്കെ അവരോട് ചോദിച്ചു നോക്കുക. ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടൺ ഡ്രസ്സ് എത്ര കാലം നിൽക്കും, അല്ലെങ്കിൽ നൈലോൺ ക്ലോത്ത് വെച്ചിട്ടുള്ള ഡ്രസ്സ് ആണെങ്കിൽ എത്ര കാലം നിൽക്കുന്നുണ്ട് എന്നൊക്കെ. ആൻഡ് ജസ്റ്റ് വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാം. So we will be stopping here now, and we will be continuing the class in the next video. So all of you study well. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം. Okay then, thank you.